മനുഷ്യന് വളരെയധികം ഉപയോഗമുള്ള ഒന്നാണ് മിനറലുകൾ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും മിനറലുകൾ ഇല്ലെങ്കിൽ നിർമ്മിക്കുക സാധ്യമല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും മിനറലുകളുടെ സാന്നിധ്യമുണ്ട്. എന്താണ് ഈ മിനറലുകൾ? ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഡയമണ്ട് എന്നത് ഒരു മിനറലാണ്. ഭൂമിക്കടിയിലാണ് ഡയമണ്ടുകൾ കാണപ്പെടുന്നത്. വ്യക്തമായി പറഞ്ഞാൽ മാൻഡിൽ എന്ന പാളിക്കുള്ളിൽ അതീവ സമ്മർദ്ദത്തിൽ പ്രഷറിലാണ് ഡയമണ്ടുകൾ രൂപപ്പെടുന്നത്. രണ്ടാമതായി, ഡയമണ്ട് എന്തിനാൽ നിർമ്മിതമാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അത് കാർബൺ ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. മൂന്നാമതായി, ഡയമണ്ടിനുള്ളിൽ ഒരു പ്രത്യേക പാറ്റേണിലാണ് ആറ്റങ്ങളെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. ടെട്രാഹെഡ്രോൺ എന്നാണ് ഈ പാറ്റേണിന് പറയുക. ഡയമണ്ടിൻ്റെ ഈ 3 പ്രത്യേകതകൾ വച്ച് നമുക്ക് മിനറലുകളെ ഡിഫൈൻ ചെയ്യാം. ഒന്നാമത് പറഞ്ഞത് ഡയമണ്ടുകൾ ഭൂമിക്കടിയിൽ ഉണ്ടാകുന്നു എന്നാണ്. അതായത് ഡയമണ്ട് പോലുള്ള മിനറലുകൾ നാച്ചുറലി ഫൗണ്ടാണ്, നേച്ചറിൽ കാണുന്നതാണ്. രണ്ടാമത് പറഞ്ഞത് ഡയമണ്ട് കാർബൺ ആറ്റങ്ങളാൽ നിർമ്മിതമാണ് എന്നാണ്. അതായത് ഡയമണ്ട് പോലുള്ള എല്ലാ മിനറലുകളും ഏതെങ്കിലും ഒരു ഹോമോജനസ് സബ്സ്റ്റൻസിനാൽ നിർമ്മിതമാണ്. ഡയമണ്ടിൻ്റെ കേസിൽ അത് കാർബൺ ആയിരുന്നു എന്ന് മാത്രം. മൂന്നാമത് പറഞ്ഞത് ഡയമണ്ടിൻ്റെ അകത്ത് ആറ്റങ്ങൾ ഒരു പ്രത്യേക പാറ്റേണിൽ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നു എന്നാണ്. ഡയമണ്ടിൽ മാത്രമല്ല, എല്ലാ മിനറലുകളിലും ഇതേപോലെ ഒരു പ്രത്യേക പാറ്റേണിലാവും ആറ്റങ്ങൾ സ്ഥിതി ചെയ്യുക. അതായത് അവയ്ക്ക് ഒരു ഡിഫൈനബിൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഉണ്ടാകും. നമുക്ക് ചുറ്റും കാണുന്ന റോക്സിൽ ധാരാളം മിനറലുകൾ കാണപ്പെടുന്നു. മിക്കവാറുമുള്ള റോക്സിലെല്ലാം ഒന്നിൽ കൂടുതൽ മിനറലുകൾ ചേർന്ന് കാണപ്പെടും. എന്നാൽ ലൈംസ്റ്റോൺ പോലുള്ള റോക്സിൽ ഒരൊറ്റ മിനറൽ മാത്രമേ കാണുകയുള്ളൂ. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലമുണ്ടാകുന്ന ലാവ തണുത്തുറഞ്ഞ് നിർമ്മിക്കപ്പെടുന്ന റോക്സിനെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്സ് എന്ന് വിളിച്ചത്. ഈ ഇഗ്നിയസ് റോക്സിലും മറ്റും പല രൂപമാറ്റം സംഭവിച്ച് ഉണ്ടാകുന്ന റോക്സിനെ മെറ്റാമോർഫിക് റോക്സ് എന്നും വിളിച്ചു. ഈ റോക്കുകളുടെ ക്രാക്സിലും മറ്റും വിള്ളലുകളിലും മറ്റും മിനറൽസ് കാണപ്പെടാറുണ്ട്. ടിൻ, കോപ്പർ, സിങ്ക് തുടങ്ങിയ മിനറൽസ് ഇവയിൽ കാണും. ഇവയുടെ അളവ് കൂടിയ തോതിലുണ്ടെങ്കിൽ നമ്മൾ അവയെ ലോഡ്സ് എന്നും കുറഞ്ഞ തോതിലുണ്ടെങ്കിൽ അവയെ വെയിൻസ് എന്നുമാണ് വിളിച്ചത്. സെഡിമെന്റ്സ് അഥവാ അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന റോക്സ് ആണ് സെഡിമെന്ററി റോക്സ്. ഇവയിൽ മിനറലുകൾ ലേയേഴ്സായി അല്ലെങ്കിൽ ബെഡ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. കോളൊക്കെ ഇതിന് എക്സാമ്പിളാണ്. റോക്സിൽ മാത്രമല്ല, ഓഷൻസിലും സമുദ്രങ്ങളിലും മിനറൽസ് കാണപ്പെടാറുണ്ട്. സാധാരണ കാണുന്ന സോൾട്ട്, അതായത് സോഡിയം ക്ലോറൈഡ്, ഇത്തരത്തിൽ കാണുന്ന ഒരു മിനറലാണ്.